وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. നിങ്ങളാണ് ലോകത്തെ സമുദായങ്ങൾക്ക് മാതൃകയായി വരേണ്ടവർ. നന്മകളെ നന്മയായും തിന്മകളെ തിന്മയായും ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ട ആളുകളാണ് നിങ്ങൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹു നമ്മളെ പറ്റി പറഞ്ഞതാ, നിങ്ങളെ ഞാൻ ലോകത്തിന് മാതൃകയായി പുറത്തെടുത്ത സമുദായമാണ്. എന്തേ നിങ്ങളെ പുറത്തെടുക്കാൻ കാരണം എന്നറിയോ? എന്താ മേക്സ് യു ഡിസ്റ്റിംഗ്വിഷ്ഡ്? നിങ്ങളുടെ സവിശേഷത എന്താണെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാണ്. മനുഷ്യൻ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ ദീൻ നമുക്ക് നന്മയാ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വീട്ടുകാര്, ഉപ്പമാര്, ഉമ്മമാര് മക്കൾക്ക്, ജ്യേഷ്ഠൻ അനുജന്, ജ്യേഷ്ഠത്തി അനുജത്തിക്ക്, ഉമ്മമാർ മക്കളോട്, മുതിർന്ന കാരണവന്മാർ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, പണ്ഡിതന്മാർ, പ്രഭാഷണം നടത്തുന്നവർ ഉമ്മത്തിനോട്, സമുദായത്തോട്, ആലിമീങ്ങൾ അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ഭാരവാഹികളോട്, നാട്ടുകാരോട്, ജനങ്ങളോട്, നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് നന്മക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ഉണ്ടാകുമ്പോ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുകയും ചെയ്യണം. മദ്യപാനവും ലഹരികളും നമ്മുടെ അങ്ങാടികളെ, നമ്മുടെ കവലകളെ, നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗങ്ങൾ കണ്ടുവരുമ്പോ ഞാൻ എന്തിനാ പറയാൻ പോകുന്നത്, ഞാൻ എന്തിനതിന് ഇറങ്ങി പുറപ്പെടണം? അത് ആരെങ്കിലും ചെയ്തോട്ടെ, അത് പോലീസുകാർ ചെയ്തോട്ടെ, അത് നർക്കോട്ടിക് സെല്ല് നോക്കിക്കോട്ടെ, അത് വേറെ ഏതെങ്കിലും സംഘടനക്കാർ, അത് മുഖ്യമന്ത്രി നോക്കട്ടെ, മന്ത്രിമാര് നോക്കട്ടെ, വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ. മുഅ്മിനായ മനുഷ്യർ ഓരോരുത്തർക്കും തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെ പ്രതിഷേധിക്കാനും അതിനെ നിഷ്കാസനം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം അല്ലാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണെങ്കിൽ, ഹബീബിന്റെ ഉമ്മത്തികളാണോ, അവിടെ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അവര് കേട്ടോ ഇല്ല, ഇത് വേറെ വിഷയം. നമ്മൾ പറയണം, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. ഒരു ക്യാമ്പയിൻ നടത്തിക്കൂടെ? ലഹരികളാൽ നമ്മുടെ മക്കള് ലഹരികളിലേക്ക് പോവുകയും മദ്യപാനത്തിന് ഒരു ചൂരും നാറ്റൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? എന്ന് അതൊന്നുമില്ല. മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല. ഒരു ഹവേലി ഇങ്ങനെ നടക്കണതേ കാണുള്ളൂ. കള്ളുകൂടിയന്മാര് പല 4 കാലിൽ നടക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിന് പണ്ട്. അങ്ങനെയൊന്നുമില്ല. 12, 13, 14 വയസ്സുള്ള കുട്ടികളൊക്കെ നാവിന്റെ അടിയിലും സ്മെല്ല് ചെയ്തിട്ടും സ്മോക്ക് ചെയ്തിട്ടും മണം പിടിച്ചിട്ടും ഗുളികയായിട്ടും മയക്കുമരുന്ന് അടിച്ചിട്ട് നടക്കുകയാണ്. പിന്നെ മതിയാവാതെ വരും, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ശരീരത്തിന്റെ ഉള്ളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ മരിച്ചു എന്ന് കേൾക്കും ചെറുപ്പക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമുക്കറിയാം അത് ആരാ നടത്തുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം അത് എവിടുന്നാ വരുന്നത്. അതിന്റെ പിന്നാലെ പോയാൽ പണി കിട്ടും. നമ്മുടെ ആലിമീങ്ങളെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഈ ലോകത്ത് നന്മയുടെ പ്രസരണം ലോകത്ത് നടക്കുമായിരുന്നോ? എല്ലാവരും ഇങ്ങനെ പേടിക്കാൻ നിന്നാൽ ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം താബിഈങ്ങളുടെ കാലത്ത് വന്ന പ്രഗൽഭനായ താബിഈ, അന്നത്തെ അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ ഭരണാധികാരി, നന്മ പറയുന്ന എല്ലാവരെയും, ഇസ്ലാം ദീനിന്റെ പ്രബോധകരായി നടക്കുന്ന സർവ്വ പ്രഭാഷകന്മാരും വാള് പറയുന്നവരും ദീൻ പഠിപ്പിക്കുന്നവരുമായ ആലിമീങ്ങളെ, മുദരിസുമാരെ മുഴുവനും കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്തിരുന്ന കാലത്ത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ യമനിലേക്ക്, സൻആയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്തിട്ട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും വിട്ടുകൊടുക്കാതെ വന്നതിന്റെ പേരിൽ തീക്കുണ്ടാരമുണ്ടാക്കി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ആലിമുണ്ട്. അതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുൽനാ യാ നാറു കൂനി
ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. അല്ലാഹു തീക്കുണ്ഠാരത്തോട് വിളിച്ചു പറഞ്ഞു, തീയേ എന്റെ ഇബ്രാഹീമാണ് അങ്ങോട്ട് വരുന്നത്. എന്റെ ഇബ്രാഹീമിന്റെ ഒരു രോമത്തിന് പോലും പോർലേൽക്കാൻ പാടില്ല. ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമായി മാറണമെന്ന് അള്ളാഹു തീയിനോട് പറഞ്ഞ പോലെ മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു രോമം പോലും കരിയാതെ രക്ഷപ്പെട്ട ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഒരു മഹാനുണ്ടെങ്കിൽ അത് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുന്ന കാലത്താണ് സംഭവം. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. മഹാനവർകൾക്കുണ്ടായ കറാമത്താണത്. തീയിലേക്ക് എറിയപ്പെട്ടിട്ട് ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് നടന്നു വന്നു. ഇതല്ലാഹു നൽകുന്ന മഹാത്ഭുതം, അല്ലാഹു നൽകുന്ന കറാമത്ത്. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി യമനിൽ നിന്ന് ഈ മഹാത്ഭുതം ഉണ്ടായപ്പോൾ നേരെ വന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്കാണ്, മദീനയിലേക്ക്. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തെ പള്ളിയിൽ വന്നപ്പോ ഫജാഅ ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത്, വീണ്ടും ഒരു 2 റക്അത്ത്. യമനിന്ന് യാത്ര ചെയ്തു വരാൻ അല്ലാഹു തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാത്ഭുതം അറേബ്യയിൽ ഒന്നാകെ, ഹിജാസിൽ ഒന്നാകെ പരക്കുകയാണ്. ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് നടന്നത്രേ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നത് ആ മഹാൻ മദീനത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. നേരെ മദീന പള്ളിയിലേക്ക് ചെന്നു. അവിടെ ഒരു തൂണിന്റെ പിറകിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മഹാനായ ഉമർ എന്നവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അബൂ മുസ്ലിം അൽ ഖൗലാനിയാണോ? അതെ. യമനിന്ന് വരെയല്ലേ? അതെ. എഴുന്നേറ്റ് നിൽക്കോ? ഞാനൊന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, അൽഹംദുലില്ലാഹ്, കാരുണ്യവാനേ നിനക്ക് സ്തുതി. الذي جعل في أمة محمد صلى الله عليه وسلم من فعل به كما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അന്ന് നടന്നതുപോലത്തൊരു അനുഭവം ഈ ഉമ്മത്തിലെ ഒരാൾക്ക് നൽകിയ അല്ലാഹുവേ, തീയിന്റെ ചൂട് പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ മാത്രം നീ നിന്റെ അഭൂതപൂർവമായ നിന്റെ ഖുദ്റത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു മഹാനുഭാവൻ ഇബ്രാഹിം നബിയെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു മറ്റൊരു പണ്ഡിതനെ താബിഈങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തന്നവനെ അല്ലാഹുവേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധർമ്മത്തിനെതിരെ പോരാടുകയാണ്, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു ഉമ്മത്തിന്റെ നേതാക്കന്മാരെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, ദീനിന്റെ ഖാദിമീങ്ങളെ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നോക്കുന്നു. അവരുടെ ഈമാൻ എങ്ങനെയുണ്ടെന്നറിയാൻ മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കാതെ, ജമാഅത്ത് നിസ്കാരങ്ങളിൽ അഹങ്കാരം കൊണ്ട് സംബന്ധിക്കാതെ, മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന, വാദ്യമേളങ്ങളും മ്യൂസിക്കിന്റെയും പിന്നാലെ നടക്കുന്ന ഖലീഫ അൽ മഹദിയോട് ഇങ്ങനെ ചെയ്യുന്ന ആളാണ് സിന്ദീഖ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അമഷ് എന്നവരെ അവർ എന്ത് പാപം ചെയ്തു? അമഷ് എന്നവരെ ഹദീസ് കേട്ടു സാലിം മൗല അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റളിയല്ലാഹു അൻഹുമാ. ആ സാലിം എന്നവർ കേട്ടു ഹബീബിന്റെ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ അവർക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടയോ? അതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ലോകത്ത് പറയണ്ടയോ? അത് പറയുമ്പോ അന്നത്തെ ദുർനടപ്പുകാരായ ഭരണാധികാരികൾക്കെതിരാണ് എന്ന് വരുന്നതിന്റെ പേരിൽ അങ്ങനെ പണ്ഡിതന്മാർ അറുകുല ചെയ്യുന്ന കാലത്താണ് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സത്യം വിളിച്ചു പറഞ്ഞത്, സത്യം ഉച്ചത്തിൽ പറഞ്ഞത്.
മുഅ്മിനെ, ഒരു മുഅ്മിനായ മനുഷ്യന് രണ്ട് വിഷയങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ പിശുക്കനായി മാറിയേക്കാം, കുഴപ്പമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ ധൈര്യമില്ലാത്ത, ജബാൻ എന്ന അറബിയിൽ പറയുന്ന ധൈര്യമില്ലാത്ത ആളായി മാറിയേക്കാം, പ്രശ്നമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അയാൾ കളവ് പറയുന്നവനോ വഞ്ചന ചെയ്യുന്നവനോ ആവുകയില്ലെന്ന്, ഈ രണ്ട് സ്വഭാവവും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, ഒരു മുഅ്മിനായ മനുഷ്യൻ മോഷണം നടത്തുമോ? ചിലപ്പോൾ ചെയ്തേക്കാം. മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ പിശുക്ക് കാണിച്ചേക്കുമോ? ഒരു മുഅ്മിനായ ആളിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായേക്കാം. അല്ലാഹുക്കത് ഇഷ്ടമല്ലെങ്കിലും മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ, മുഅ്മിനായ മനുഷ്യൻ ധൈര്യമില്ലാത്തവനായി മാറുമോ, ജബാനാകുമോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ ആവാം, അങ്ങനെ ആവാം. മുഅ്മിനായ മനുഷ്യൻ ഹൽ യകൂനു കദ്ദാബൻ, നുണ പറയുന്ന ആളാകുമോ നബിയേ? ലാ, മുഅ്മിനായ മനുഷ്യന് നുണ പറയാൻ കഴിയില്ല. ആണിനും പെണ്ണിനും നുണ പറയാൻ കഴിയില്ല. ആ നുണ പറയുന്ന ആൾ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അവർ ഈമാനിന്റെ സ്വഭാവമല്ല ആ കാണിക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തേക്കാം എന്ന് പോലും ഹദീസിലുണ്ട്. അതൊക്കെ സംഭവിച്ചേക്കാം. ഒരാളുടെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയി തെറ്റ് സംഭവിച്ചു പോയേക്കാം. അയാൾ തൗബ ചെയ്ത് മടങ്ങിയേക്കാം. പക്ഷേ നുണ പറയാ, സ്ഥിരം നുണ പറയാ. മുഅ്മിനായ മനുഷ്യൻ എന്നും സത്യത്തിന്റെ കൂടെയാണ്. മുഅ്മിനായ മനുഷ്യൻ സ്വാദിഖാണ്, സത്യസന്ധനാണ്. അവൻ ഒരിക്കലും നുണ പറയില്ല. നുണ പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിലുമില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സത്യങ്ങൾ അപ്രിയങ്ങളാണ്, ചില സത്യങ്ങൾ കൈപ്പേറിയതാണ്. പക്ഷെ കൈപ്പാണെങ്കിലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. ഈ ഉമ്മത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ പ്രഗത്ഭരായ ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ സഹിച്ച ഒരുപാട് ത്യാഗങ്ങളുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിലാഫത്തുർ റാഷിദിന് ശേഷം ഒരുപാട് ക്രൂരന്മാരായ ഭരണാധികാരികൾ ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട്. സഫാക്കിങ്ങൾ, രക്തം ചൊരിയുന്ന ആളുകൾ, കൊലപാതകം ചെയ്ത ആളുകൾ, പതിനായിരക്കണക്കിന് സത്യവിശ്വാസികളെ വെറുതെ കൊന്ന ഭരണാധികാരികളുണ്ട്. പേരിൽ അവരൊക്കെ മുസ്ലിമാ. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അല്ലാഹുവിലേക്കാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അന്നത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് എന്ന് പറയുന്ന അല്ലാമ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ, മീം അലിഫ് ഹാ അലിഫ്, മഹാനാണ്. അതൊരു മഹാനായ മനുഷ്യനാണ് ഈ മഹാൻ എന്ന് പറയുന്ന മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വന്ന പരീക്ഷണം എന്താണെന്നറിയോ? നേതൃത്വം ഏറ്റെടുക്കണം എന്നാ പറഞ്ഞത്. നേതാവാകണം, ഖാദിയാകണം, ജഡ്ജാകണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ജഡ്ജായി മാറണം. എന്റെ അധികാരത്തിലെ ജഡ്ജ് നിങ്ങളാവണം. ഏകാധിപത്യ ഭരണമെന്ന വിഷയം എന്താണെന്നറിയോ? ഏകാധിപതികൾക്ക് വേണ്ടി ജഡ്ജിമാർ അവർക്ക് അനുകൂലമായി വിധി പറയാൻ തുടങ്ങും. നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. തിന്മകളെ നന്മകളെ കൊണ്ട് പ്രതിരോധിക്കേണ്ട സമയമാണ്. പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പാഠം പഠിക്കേണ്ടവരാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, മഹാനെ, നിങ്ങൾ ദീനുള്ള ആളാണ്, വിജ്ഞാനമുള്ള ആളാണ്, നിങ്ങൾ നന്മയുള്ള ആളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എന്റെ ഭരണാധികാരത്തിന്റെ സുപ്രീം ജഡ്ജായിട്ട് നിയമിക്കാൻ പോവുകയാണ്. മുസ്ലിം ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്, ആ ഒരു സ്ഥാനമൊക്കെ അപേക്ഷിച്ച് ജോലിക്ക് കൊടുത്തിട്ട് കിട്ടുകയല്ല, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, നിങ്ങളത് എടുത്തേക്കണം. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കാണുന്ന പാഠം നോക്കണം. അധികാരികളിൽ നിന്ന് എന്തെങ്കിലും
പിടിച്ചുപറ്റാനോ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന തരത്തിൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പാരമ്പര്യം ഈ ഉമ്മത്തിനില്ലായിരുന്നു. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞു, ഞാനോ എന്നെയാണോ നിങ്ങൾ ജഡ്ജാക്കുന്നത്? അതെ, ഞാൻ എങ്ങനെയാണ് ജഡ്ജാകുന്നത്? 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാത്ത എന്നെയോ ഞാൻ ജഡ്ജാവേ? ആരാടായി പറയുന്നത്? മഹാനായ അബൂ സാലിഹ് അൽ മുസബ്ബിഹ് മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഒരു മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നെ പറ്റൂല, അദ്ദേഹം പറയാം, ഞാനത് നിൽക്കേണ്ട ആളല്ല. എന്തുകൊണ്ടെന്നറിയോ? ഏകാധിപതികളുടെ ജഡ്ജായി നിന്നാൽ അവര് പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരും. അതിലൊരുപാട് ആളുകൾക്ക് ഹക്ക് നഷ്ടപ്പെടും, ഒരുപാട് ആളുകൾക്ക് നീതി നഷ്ടപ്പെടും. ഭരണാധികാരി എന്താ പറയുന്നത് അത് വിധിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരുപാട് നീതി നിഷേധിക്കുന്ന അവസ്ഥ വരും. അതിന് അല്ലാഹുവേ, ഞാൻ കാരണക്കാരനാവാൻ പാടില്ല, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു മഹാനെന്നവർ. അധികാരത്തിന് വേണ്ടി ഓടുന്ന കാലത്താണ് നമ്മൾ ഈ മഹാന്റെ ചരിത്രം പറയുന്നത്. എനിക്ക് വേണ്ട, ഞാൻ 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാത്ത ആളല്ലേ. ആ നേരം ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ദേഷ്യം വന്നു. ഹജ്ജാജ് ചീത്ത പറഞ്ഞു, യാ മുറാഇൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന പണ്ഡിത കോലമേ എന്ന് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി ചീത്ത പറഞ്ഞു ഹജ്ജാജ്. യാ മുറാഇ, മുറാഇ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ നടക്കുന്ന ആള് എന്നതിന്റെ അർത്ഥം. യാ മുറാഇ, അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസ് ഇല്ലാതെ ജീവിക്കുന്ന ആളെ. തൊട്ടടുത്തുണ്ട് ദിജ്ല നദി, ടൈഗ്രീസ് നദി, ബഗ്ദാദിലാണ് സംഭവം. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്നു വന്ന ബഗ്ദാദ്. ടൈഗ്രീസ് നദിയുണ്ടടുത്ത് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ നദിക്കരയിലേക്ക് ഓടുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു മുറായിയൻ ഫഅഗ്രിഖ്നി. നിറയെ വെള്ളമൊഴുകുന്ന, 4 ആൾക്ക് ആഴത്തിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന ദിജ്ല നദിയുടെ ഓരത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ്, റബ്ബേ, ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഞാൻ ദുരഭിമാനിയും ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുമെന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നെ പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണെങ്കിൽ ഈ വെള്ളത്തിൽ നീ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലേക്ക് എടുത്തു ചാടിയ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾക്ക് വിചാരിച്ചു ഒരു മുങ്ങി മരിച്ചിട്ടുണ്ടാവും. നോക്കുമ്പോ ഫ്ലോട്ടായിട്ട് കിടക്കാൻ, മുങ്ങണില്ല. ചാവുകടലിൽ പോയി കിടന്നിട്ടുണ്ടോ? ചാവുകടലിൽ പോയവരുടെ കൈപൊക്കിയാട്ടെ. ഹോളി ലാൻഡ് ട്രിപ്പിൽ പോയൊരു മാഷാ അല്ലാഹ് 2 ആളുണ്ട് ഇവിടെ, അൽഹംദുലില്ലാഹ്. നീന്താൻ അറിയാത്തവർക്ക് നീന്താൻ പറ്റുന്ന കടലാണ് ചാവുകടൽ, ഡെഡ് സീ, അൽ ബഹ്റുൽ മയ്യിത്ത്. ലൂത്ത് നബിന്റെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് ആ സമുദ്രത്തിന്റെ ഓരത്തായിരുന്നു. ഫലസ്തീനിലേക്ക് കടക്കുന്ന ഭാഗമാണ്. കടന്ന താഴില്ല, അത്രയും ഉപ്പ് കൂടുതലാണ്. ഒരിക്കലും താഴില്ല. ഞങ്ങൾ പത്രക്കം വായിക്കാം ഇരുന്നിട്ട്, പുസ്തകം വായിക്കുന്നവരുണ്ട്. ഒരു കസാര കിടക്കണ പോലെ ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. തായില്ല. മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ദിജ്ലയിലേക്ക് ചാടിയിട്ട് വെള്ളത്തിന്റെ സർഫേസിൽ നിന്ന് താഴെ പോയില്ല, അവിടെ കിടന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഇത് ചരിത്രാതീത കാലത്ത് കഴിഞ്ഞ സംഭവമല്ല, ഈ അടുത്ത കാലങ്ങളാണ്. നിബിതങ്ങളുടെ കാലശേഷമുണ്ടായ സംഭവമാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ പ്രൗഢമായ സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയല്ല എന്ന് പറയാം. മഹാൻ എന്നവര് ആ വെള്ളത്തിൽ നടന്നുകൊണ്ട് കരയിലേക്ക് വന്നു. മുങ്ങണ്ടേ? അല്ലാഹുവേ, ഈ ഹജ്ജാജ് പറഞ്ഞ പോലെ ഞാനൊരു മുറായി ആണെങ്കിൽ, മുറായി എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് ഇഖ്ലാസില്ലാതെ നടക്കുന്ന ആളാണെങ്കിൽ, പടച്ചവനെ എന്നെ ഈ വെള്ളത്തിൽ അങ്ങ് മുക്കിക്കളയണേ എന്ന് ദുആ ചെയ്ത് ഉറക്കെ പറഞ്ഞിട്ടാ ചാടിയത്. ഇങ്ങനൊന്നും ആരും ചാടാൻ നിൽക്കണ്ട. വിവരം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ടുണ്ട്. ഖാലിദ് റളിയല്ലാഹു വിചാരിച്ച് നമ്മൾ കുടിക്കാൻ നിന്നാലേ പണി കിട്ടും. റോമക്കാരായ ഭരണാധികാരിയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മഹാധൈര്യം കണ്ടിട്ട് ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഈമാനിന്റെ പരീക്ഷണമാണ്, കൈപ്പേറിയ അനുഭവങ്ങളാണ്. പക്ഷെ അതിൽ ചില മധുരമുണ്ട്.
റോമക്കാർക്കെതിരെ യുദ്ധം നടക്കുമ്പോ റോമൻ ഭരണാധികാരി ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും നിസ്കരിക്കുന്നത് കണ്ടു. അല്ലാഹു അക്ബർ. അവ ബേക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു അക്ബർ അവർ നിസ്കരിക്കുകയാണ്. ഖാലിദ് എന്നവർ റുക്കൂഇലേക്ക് പോകുന്നു. മുഅ്മിനീങ്ങൾ 10,000 കണക്കിന് 20,000 വരുന്ന സൈന്യം, അവർ 2 ലക്ഷം വരുന്നവരോട് യുദ്ധം ചെയ്യാനാ വന്നത്. അങ്ങോട്ട് 20,000 ആളുകൾ ഖാലിദ് തങ്ങളുടെ ബാക്കിൽ അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. 20,000 ആളുകൾ ഒരുമിച്ച്. ഇതൊക്കെ റോമക്കാർ കാണാ, പടച്ചോനെ ഇതെന്താ സൈനിക പരേഡോ, എന്തായി നടക്കുന്നത്? ഇത് മുസ്ലിമീങ്ങളുടെ നിസ്കാരമാണ്. അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്രേ, അല്ലമ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബഹു അൽ അദബ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂല. മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളെ നബിതങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാൾ സ്വഹാബികളുടെ പേര് പറയുമ്പോൾ കിലാബഹു എന്ന് പറഞ്ഞു. നായകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. നബിയുടെ സ്വഹാബികളെ ചീത്ത പറഞ്ഞിട്ടെ മുഹമ്മദ് നബി അവരുടെ അനുയായികൾക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അല്ലാഹു അക്ബർ പറയുമ്പോഴേ അവർ അല്ലാഹു അക്ബർ പറയൂ. ഇമാമു റുക്കൂക്ക് പോയിട്ടേ അവർ റുക്കൂയിലേക്ക് പോകാൻ തുടങ്ങും. ഇമാമു സുജൂദിൽ എത്തിയിട്ടേ മഅ്മൂമു സുജൂദിലേക്ക് പോകാൻ തുടങ്ങുന്നുള്ളൂ. വല്ലാത്തൊരു അച്ചടക്കം. നിസ്കാരം കഴിഞ്ഞപ്പോ ഖാലിദ് എന്നവരോട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന റസൂലക്കും യുഅല്ലിമുക്കും കുല്ല ഷൈ ഹത്തൽ ഖറാഅ. നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ? ആ, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹത്തൽ ഖറാഅ, ടോയ്ലറ്റിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്ന് പോലും മുഹമ്മദ് നബി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ആ, പഠിപ്പിക്കുന്നുണ്ട്. ഇടത് കാല് വെച്ചിട്ടാ കയറേണ്ടത്. കയറുന്നതിന്റെ മുമ്പൊരു ദിക്ർ ചൊല്ലണം. വൃത്തിയാക്കി കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. പുറത്തേക്ക് വന്നാൽ ദിക്ർ ചൊല്ലണം. ശുദ്ധിയാകുമ്പോൾ ദിക്ർ ചൊല്ലണം. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഞങ്ങളുടെ നബി പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഖാലിദേ, നിങ്ങൾ വലിയ ഈമാനുള്ള ആൾക്കാരല്ലേ? നിങ്ങളല്ലേ ഇപ്പൊ നിസ്കരിച്ചത്? നിങ്ങൾ എന്തിനാ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്? നിങ്ങളുടെ പടച്ചവനങ്ങ് വിചാരിച്ചാൽ ഞങ്ങളെയൊക്കെ തുടച്ചു മാറ്റി നിങ്ങൾക്ക് വിജയം തന്നൂടെ? അത്രക്ക് നിങ്ങൾക്ക് പടച്ചവനിൽ വിശ്വാസമുണ്ടോ? എന്നാൽ ഞങ്ങൾ തരുന്നതൊക്കെ നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. കുടിക്കാം. ഞങ്ങൾ വിഷം തരും, നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം. കൊണ്ടുവരൂ. ഒരു കുപ്പി വിഷം കൊടുത്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം കണ്ടെടുത്തിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നാമം ഉച്ചരിച്ച് കുടിക്കുകയാണ്. നിന്റെ നാമം എവിടെയെല്ലാം ജപിക്കപ്പെടുന്നുവോ ആ ആകാശത്തും ഭൂമിയിലും ഒന്നുമേ നിന്റെ നാമത്തിന് വിരുദ്ധമായി, നിന്റെ നാമത്തിന് എതിരായിട്ട് അവിടെ സംഭവിക്കുകയില്ലല്ലോ, ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഒരൊറ്റ കുടി കുടിച്ചു മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമല്ല, എനർജി കൂടി. വല്ല റെഡ് ബുള്ളൊക്കെ കുടിച്ച പോലെ, എന്തെന്നില്ലാത്തൊരു റെഡ് ബുള്ളൊന്നും കുടിക്കാണ്ടല്ലോ, കിഡ്നി പോയി പോകും. പെട്ടെന്ന് അങ്ങ് ഉന്മേഷം, ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ച പോലെ ഖാലിദ് റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ട് തുള്ളിച്ചാടിയെന്ന. കഴിച്ചത് വിഷാണ്, പക്ഷെ ചൊല്ലിയത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഹദ്ദാദ് റാത്തീബിൽ കാണുന്ന ദിക്റാ മുഅ്മിനെ, അതൊക്കെ ചൊല്ലലും അതൊക്കെ ആചരിക്കലും അതൊക്കെ നിത്യം പതിവാക്കലും ഈ ഉമ്മത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പോഴല്ലേ പുതിയ ആശയക്കാരൊക്കെ വന്നിട്ട് ഒന്നും പാടില്ല, ശിർക്കാണ്, ബിദ്അത്താന്ന് പറഞ്ഞത്. ചൊല്ലിക്കോളൂ. ഹദ്ദാദ് റാത്തീബ് നമ്മുടെ വീടുകളിൽ ചൊല്ലണം. അത് ഹബീബിന്റെ പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത ദിക്റുകളാണ്. അത് ഈ ദിക്റുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 പ്രാവശ്യം ചൊല്ലുന്നുല്ലേ. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. കാരുണ്യവാനേ, സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും നീക്കിത്തരുന്നവനെ, ഞങ്ങളുടെ മനോവിഷമങ്ങൾ നീക്കിത്തരേണമേ. ഇതൊക്കെ ചൊല്ലുന്ന വീട്ടിൽ എന്ത് സങ്കടം ഉണ്ടാവാനാ? നമ്മൾ പതിവാക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചത് കുടിക്കുകയാണ് ഉണ്ടായത്. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. മഹാനായ ഖാലിദ് എന്നവർക്ക് ഉന്മേഷമുണ്ടാവുകയാണ് ഉണ്ടായത്. പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, റബ്ബേ
ഞാനൊരു ദുരഭിമാനിയായ മനുഷ്യനാണെങ്കിൽ അല്ലാഹുവേ ഈ ദിജ്ലയിൽ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് ചാടുകയും മുങ്ങിത്താഴാതെ ആ വെള്ളത്തിലൂടെ നടന്നു വരാൻ അല്ലാഹു കറാമത്ത് കൊടുത്ത് ആദരിക്കുകയും ചെയ്ത മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം അയാൾ കരയിലേക്ക് വന്നപ്പോ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി ഹജ്ജാജിന്റെ ശിങ്കിടിമാർ. ആ മഹാനുഭാവനെ, ആ മഹാനായ മനുഷ്യനെ ഹജ്ജാജ് കുരിശിൽ തറക്കുകയാണുണ്ടായത്. അന്ന് കുരിശ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉപയോഗിക്കുക. അന്നത്തെ ക്രൂരന്മാരായ ഭരണാധികാരികൾ രണ്ട് പലക അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശ് പോലെ തറച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ജീവനോടെ രണ്ട് കൈയും കാലും തലയും പിടിച്ചു കെട്ടി പട്ടിണിക്കിട്ട് കൊന്നുകളയുമായിരുന്നു. മഹാനായ ഈ മനുഷ്യനെ അങ്ങനെ ഹജ്ജാജ് പിടിച്ചു കെട്ടുകയാണ് ഉണ്ടായത്. എന്നിട്ടും പിന്മാറി. എന്തായി ചെയ്യണമെന്നറിയോ? നിങ്ങൾ എന്റെ ജഡ്ജാവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജഡ്ജാവാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ പേര്, ഒരു ജോലി തരാം, എനിക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേര് ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അന്യായത്തിനെതിരെയും ഒരു ന്യായക്കേടിനെതിരെയും അനീതിക്കെതിരെയും ഒരു അനീതിക്കും ഞാൻ കാരണമാവാൻ പാടില്ല. എന്നെ കൊണ്ട് ഒരു അനീതി ലോകത്തുണ്ടാകരുത്. ഈ ദുഷ്ടനായ ഭരണാധികാരി എന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഞാനെങ്ങാനും ജഡ്ജായി സേവനം ചെയ്യുകയാണെങ്കിൽ അയാൾ കൊല്ലാൻ വിധിക്കുന്നത് ശരിയെന്ന് ഞാൻ പറയേണ്ടി വരും. അന്യായം വിധി പറയേണ്ടി വരും. സത്യം വിളിച്ചു പറയാതിരിക്കുകയും അസത്യം നടപ്പാക്കുകയും ചെയ്യേണ്ടി വരും. അല്ലാഹുവേ അതിനേക്കാളും നല്ലത് മരണമാണ്. ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. എന്നാലും അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ധൈര്യത്തോടുകൂടെ നന്മക്ക് നിലകൊണ്ട മഹാനുഭാവൻ. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇതാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. ശുദ്ധ ഖുർആൻ പറയാ, നിങ്ങൾ നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, ഏതെങ്കിലും ഒരു മതവിശ്വാസികളോട്, ഏതെങ്കിലും ഒരു രാജ്യക്കാരോട്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായതിന്റെ പേരിൽ നിങ്ങൾ അവരോട് നീതി ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാ, അവര് നന്മ ചെയ്താൽ നന്മയാന്ന് പറയണം, തിന്മ ചെയ്താൽ തിന്മയെന്ന് പറയണം. അവരുടെ നന്മയെ തിന്മയായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാണെങ്കിൽ തന്നെയും നന്മയെ നന്മയായി കാണണം. ശുദ്ധ ഖുർആൻ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ. നിങ്ങൾ നീതി പാലിക്കണം. കുടുംബ വഴക്കുകൾ ഉണ്ടാകുമ്പോ, ഭാര്യ വീട്ടുകാര്, ഭർത്താവിന്റെ വീട്ടുകാര്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ നീതി എന്താണ്, ന്യായം എന്താണ്, അത് നോക്കിയിട്ടേ വിധി പറയാവൂ. ഞങ്ങൾ ജയിക്കണം, ഞങ്ങളുടെ വീട്ടുകാര്, അങ്ങനെ ചിന്തിക്കരുത്. ആരുടെ പക്ഷത്താണോ നീതിയുള്ളത് ആ നീതിയുടെ കൂടെ നിൽക്കാവൂ, ആ നീതിയുടെ കൂടെ നിൽക്കാവൂ. ബൽഖറാർ എന്ന് പറയുന്ന റോമക്കാരനായ ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു ചാരനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ ചാരൻ വന്നിട്ട് ഈ റോമൻ ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, മുസ്ലിമീങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നമ്മൾ ആരോടായി യുദ്ധം ചെയ്യാൻ പോകുന്നെന്ന് അറിയുമോ? ഷാമിൽ കണ്ട മുസ്ലിമീങ്ങളെ കുറിച്ച് ബൽഖറാറിനോട് ആളുകൾ, അവിടുത്തെ ചാരന്മാർ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അയാളോട്. റോമക്കാരൻ, യൂറോപ്യൻ അയാളോട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ ആരാന്നറിയോ? റുഹ്ബാനും ബില്ലൈൽ ഫുർസാനും ബിന്നഹാർ. അവര് രാത്രി ഇബാദത്ത് ചെയ്യുന്നവരാണ്, പകലിൽ അവർ യോദ്ധാക്കളാണ്. വലൗ അന്ന ഇബ്ന മലികിഹിം സറഖ ലഖതഉ യദഹു. അവരുടെ സ്വന്തം രാജാവിന്റെ മകനാണ് മോഷണം നടത്തിയതെങ്കിൽ ആ മകന്റെ കൈ അവർ മുറിക്കും. രാജാവിന്റെ മകനാണെന്ന് നോക്കി നിൽക്കില്ല. വലൗ അന്ന ഇബ്ന മലികിഹിം സനാ ലറജമൂ. അവരുടെ രാജാവിന്റെ മകൻ തന്നെയാണ് വ്യഭിചരിച്ചതെങ്കിൽ ആ മകനെപ്പോലും രാജകുമാരനെപ്പോലും അവർ എറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയാണെങ്കിൽ അത് നടപ്പാക്കിയിരിക്കും. ഇവരാ മുസ്ലിമീങ്ങൾ. അദ്ദേഹം പറയാ, ഇന്ന ബത്നൽ അർളി ഖൈറും മിൻ ളുഹ്രിഹാ
മിൻ ലിഖാഇ ഹൗലാ. ഈ തരത്തിലുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളെങ്കിൽ അവരോട് പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് മരിച്ചുപോയി ഖബറിൽ കിടക്കലാണ്. അവരുടെ രാജാവിന്റെ മകൻ മോഷ്ടിച്ചാൽ പോലും അവർ കൈമുറിക്കും. അവിടെ നോട്ടല്ല. നബിയല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു വിഷയത്തിൽ മോഷണം നടത്തിയെന്ന് തെളിയുകയും ആ പെണ്ണിന്റെ കൈമുറിക്കാൻ ഹബീബായ നബി തങ്ങൾ വിധി പറയുകയും ചെയ്തപ്പോ മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകൻ ഉസാമ ഹിബ്ബു റസൂലില്ലാഹ് ഇബ്നു ഹിബ്ബി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഒരു മകൻ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങളാ പറഞ്ഞത്, നബിയേ നല്ല തറവാട്ടുകാരാ നബിയേ, നല്ല തറവാടുള്ളവരാണ് നബിയേ. ആ പെണ്ണിന്റെ കൈമുറിക്കപ്പെട്ടാൽ നാട്ടിൽ അവർക്ക് മാനക്കേടാകും. അതുകൊണ്ട് പിന്നാലെ നബിയേ ആ പെണ്ണിന്റെ കൈമുറിക്കാതെ അങ്ങേക്കൊന്ന് മാപ്പ് ചെയ്തുകൂടെ നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ നമ്മൾ അറിയണം, ഏത് തെറ്റും ആ ചെയ്ത ആളും അല്ലാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങാൻ കഴിയുന്നതാണ്. പക്ഷേ ചില തെറ്റുകള്, ശിക്ഷ വിധിച്ച തെറ്റുകള്, അത് കോടതിയുടെ മുമ്പിലേക്ക് വന്നാൽ അവിടെ ശിക്ഷ നടപ്പാക്കും. മോഷണം ചെയ്തത് അയാളത് തിരിച്ചു കൊടുത്തു, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, പൊറുക്കപ്പെടും, കൈമുറിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങൾ ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തന്നേക്കും. പക്ഷേ വ്യഭിചാര കുറ്റം തെളിവ് സഹിതം ഒരു കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ അവിടെ കോടതി നിയമം നടപ്പാക്കും. അതാണ് എറിഞ്ഞുകൊല്ലലും 100 അടിയടിക്കലൊക്കെ. അത് കോടതിക്ക് മുമ്പിലേക്ക് വരാതെ ഒരാൾക്ക് മറച്ചു വെക്കാം, അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഇതാണ് ശിക്ഷ എന്നല്ലാതെ വ്യഭിചരിച്ചവരെല്ലാം എറിഞ്ഞു കൊല്ലപ്പെടുന്ന ഒരവസ്ഥ ലോകത്തില്ല. അത് കോടതിക്ക് മുമ്പിൽ വന്ന് ഇസ്ലാമിക കോർട്ടിന്റെ ഖാദിയായ ജഡ്ജായ ആള് വിധി പറയുന്നത് അവർക്ക് മുമ്പിൽ ഒന്നുകിൽ ചെയ്ത ആള് വന്ന് സമ്മതിക്കുകയോ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്യുമ്പോ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവരും അള്ളാഹു തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതി. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് എന്റെ മുമ്പിലെത്തിയാൽ അവിടെ നിയമം നടപ്പാക്കും. എന്തുകൊണ്ട് എന്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നു? ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അതല്ല സംഭവിച്ചത്. നബി തങ്ങളോട് ചോദിക്കുന്നു, ഉസാമ തങ്ങൾ നബിയേ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണിനെ അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ? റസൂൽ ചോദിച്ചു, ഉസാമ അതശ്ഫഉനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നടപ്പാക്കണം എന്ന് പറഞ്ഞ ഒരു ശിക്ഷ, ആ ശിക്ഷ നടപ്പാക്കരുത് എന്ന് എന്നോട് പറയാനാണോ ഉസാമ നിങ്ങൾ വന്നത്? വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളെല്ലാം നശിച്ചു പോവാൻ കാരണം അവിടുത്തെ വിഐപികൾ തെറ്റു ചെയ്താൽ അവരെ വെറുതെ വിടും, അവിടുത്തെ പാവപ്പെട്ട ആൾ തെറ്റു ചെയ്താൽ അവരെ പിടിച്ചു ശിക്ഷിക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിഐപികളൊക്കെ വെറുതെ വിട, അവര് ജയിലിൽ കടന്നാൽ 5 ദിവസം കൊണ്ട് പുറത്തിറങ്ങും. പാവപ്പെട്ടവൻ 7 കൊല്ലം 10 കൊല്ലം 12 കൊല്ലം ജീവപര്യന്തം. പാവപ്പെട്ടവനൊരു നിയമവും മുതലാളിക്ക് വേറെ നിയമവും. ഉസാമ, അങ്ങനെയാണ് സംസ്കാരങ്ങൾ തകർന്നു പോയത്, അങ്ങനെയാണ് ലോകത്തെ ശത്രുതകൾ ഉണ്ടായത്, അങ്ങനെയാണ് സമുദായങ്ങൾ ചിന്നിച്ചിതറിയത്. എന്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉസാമ. വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി, സാക്ഷാൽ എന്റെ മകൾ, എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഞാൻ പറഞ്ഞ ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഗ്ളബഹാ അഗ്ളബനി, അവരെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നവൻ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബ് പറയുമായിരുന്ന വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, എന്റെ ആ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലഖതഅതു യദഹാ
ഫാത്തിമയുടെ കൈയും ഞാൻ മുറിക്കും ഉസാമ. അള്ളാന്റെ നിയമം നടപ്പാക്കുന്നിടത്ത് മുഖം നോക്കാൻ കഴിയില്ല. ഞാൻ നീതി നടപ്പാക്കാൻ വന്ന അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ഉമ്മത്ത് ഏത് പരീക്ഷണങ്ങളിലും നീതിയുടെ പക്ഷം നിൽക്കേണ്ടവരാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യണമെന്നും വഇതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ കുടുംബക്കാരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. നീതി ചെയ്യണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നിങ്ങൾ തോന്നിവാസം ചെയ്യരുതെന്നും വ്യഭിചരിക്കരുതെന്നും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് പോകരുതെന്നും വൽ ബഗി, ആരെയും അതിക്രമിക്കരുത് എന്നും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ബോധമുണ്ടാവാൻ. നമ്മൾ ജുമുഅക്ക് കേൾക്കുന്നില്ലേ ഈ ആയത്ത്, അല്ലേ? ഖുത്ബ അവസാനിക്കുമ്പോൾ 3 കാര്യം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. 3 വിഷയം അല്ലാഹു നിരോധിച്ചു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വഖഫ് ചെയ്യേണ്ടത്. എന്നിട്ട് യഅലുക്കും വൽ ബഗി യഅലുക്കും എന്ന് പറയാറുണ്ട്, അല്ലേ? വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വേണമെങ്കിൽ നിർത്താം. യഅലുക്കും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. കാരുണ്യവാനായ ഹബീബായ റസൂലുള്ളാഹ് അർറഹീമായ നബി തങ്ങൾ അർറഹ്മത്തുൽ മുഹ്ദാ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും നീതിയാണ്. ഒരു മനുഷ്യനോടും വിവേചനമില്ല. മനുഷ്യർക്ക് നീതി ഒരുപോലെ, ജീവന വില ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു അന്യായത്തിനും കൂട്ടുനിൽക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിന്റെ സുപ്രീം കോടതി ജഡ്ജായി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ആ ഒരു പദവി ഏറ്റെടുക്കാത്തതിന്റെ പേരിൽ ബഗ്ദാദിന്റെ തെരുവുകളിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി കുരിശിൽ തറക്കപ്പെട്ട് തൂങ്ങിക്കിടന്ന് വഫാത്തായ മനുഷ്യനാണ്. ആ മഹാൻ ഇങ്ങനെ കിടക്കുമ്പോ ഒരുപാട് മുതഅല്ലിമീങ്ങളോടെ കാണാൻ വന്നു. മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുക. മഹാനായ താബിഈയായ മഹാനെ നോക്കുമ്പോ മുതഅല്ലിമീങ്ങളോട് ആ മഹാൻ പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ, അന്നത്തെ വലിയ മുതഅല്ലിമീങ്ങള് ഭാര്യകായി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അവരോടാ പറയണത്, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? നിങ്ങൾ ഒരു തിന്മയെ എതിർക്കുകയോ ഒരു തിന്മക്കെതിരെ സംസാരിക്കുകയോ ചെയ്യാതെ എന്നെ ഇവിടെ കെട്ടിക്കൂട്ടി നിൽക്കുന്നതും നിങ്ങൾ കണ്ടു നോക്കി നിൽക്കുകയാണോ? അത്ഭുതം കാണുന്ന പോലെ. അല്ലാഹു നിങ്ങളുടെ തലയിലേക്ക് അദാബ് ഇടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. പോയി കിതാബ് ഓതി പഠിച്ചോളൂ മക്കളെ, എന്നെ കാണാൻ എന്തിനാ മുഖം നോക്കി നിൽക്കുന്നത് എന്ന് ആ സമയത്ത് പോലും സജ്ജനങ്ങൾക്ക് വേണ്ടി സന്മാർഗത്തിന്റെ സാരോപദേശം കൊടുക്കാൻ മറന്നുപോകാതെ നന്മയിൽ ഉറച്ചു നിന്ന ഏത് പരീക്ഷണത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ന്യായത്തിന് വേണ്ടി ജീവിക്കുകയും അന്യായത്തെ എതിർക്കുകയും അന്യായമായി തരുന്ന ഒരു സ്ഥാനവും എനിക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിന് മഹിതമായ മാതൃക കാണിച്ച മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അക്രമത്താൽ മരണപ്പെട്ടു പോയ താബിഈയാണ്. ഉമ്മത്തിന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഇത് സുശക്തമായ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് നന്മയാണ് നമ്മുടെ ശക്തി, ഇബാദത്താണ് നമ്മുടെ കരുത്ത്, നീതിയാണ് നമ്മുടെ പാഥേയം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഉമ്മത്തിനെ തുരത്തി ഓടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല.
നമ്മൾ നമ്മളായിട്ട് നിന്നാൽ വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അല്ലാഹുവിൽ ശരിക്കും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്, ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഉത്ബോധനം നൽകുകയാണ്.